ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലുള്ളൊരു എഡിറ്റാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇൻഷോട്ട് ആപ്ലിക്കേഷൻ എടുക്കുക, കൊലാഷ് എടുക്കുക, ഗ്രിഡ് ചൂസ് ചെയ്യുക, എന്നിട്ട് 4 ഫോട്ടോസ് സെലക്ട് ചെയ്യുക കേട്ടോ. കൊലാഷ് എഡിറ്റ് ആയതുകൊണ്ട് തന്നെ 4 തന്നെ വേണമെന്നില്ല, 4ൽ കൂടുതൽ ഫോട്ടോസ് നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ അതും കൊടുക്കാവുന്നതാണ് കേട്ടോ. അടുത്തത് ലേ ഔട്ടാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ലേ ഔട്ട് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഫസ്റ്റ് ലേ ഔട്ട് സെലക്ട് ചെയ്യണമെന്ന് മാത്രം. ക്യാൻവാസ് ഞാൻ കൊടുക്കുന്നത് റീലിൻ്റെ സൈസിലോട്ടാണ്, അപ്പോൾ അതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് ഇത് എക്സ്പോർട്ട് ചെയ്യുക, എന്നിട്ട് വീണ്ടും ഫോട്ടോ എടുക്കുക, എന്നിട്ട് ആ ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം കോൺട്രാസ്റ്റ് കൂട്ടി കൊടുക്കുക, സാറ്റുറേഷൻ ഒന്ന് കുറച്ച് കൊടുക്കുക, ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് നല്ലോണം ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്ന ആളുടെ പേര് ദിൽസ എന്നാണ്. ഈ ദിൽസേനെ ഞാൻ മീറ്റ് ചെയ്യുന്നത് ലൈൻ ബസ്സിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും നോക്കി ചിരിച്ചിരുന്നെന്ന് മാത്രം, സംസാരിക്കാനൊന്നും പോയില്ല. ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ലാസ്റ്റ് ബെല്ലടിക്കാൻ വേണ്ടി കാത്തിരിക്കും. എന്നിട്ട് അങ്ങനെ ലാസ്റ്റ് പീരീഡ് കഴിഞ്ഞ് ബെല്ലടിച്ച് കഴിഞ്ഞാൽ പിന്നെ നേരെ ഓട്ടമാണ് സ്കൂൾ ഗേറ്റിൻ്റെ അവിടേക്ക്. എന്തിനാണെന്നറിയോ? ഫസ്റ്റ് ബസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓട്ടം കണ്ടാൽ വിചാരിക്കും ഫസ്റ്റ് ബസ്സിൽ കയറി ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടാവുമെന്ന്. പക്ഷേ ഫസ്റ്റ് ബസ്സൊന്നും പോയി കിട്ടില്ല. 2ഓ 3ഓ ബസ്സോ കഴിഞ്ഞാലാണ് എനിക്ക് 4ാമത്തെ ബസ്സിൽ കയറാനായിട്ട് പറ്റുള്ളൂ. ഞാനാണെങ്കിലോ എൻ്റെ വീടിൻ്റെ ഭാഗത്തേക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന് തപ്പി നോക്കുമായിരുന്നു. ഞാനൊരു ഇൻട്രോവേർട്ടായിരുന്നു ആദ്യം. നല്ല തിരക്കുള്ള ബസ്സായതുകൊണ്ട് തന്നെ എൻ്റെ പിന്നിൽ ദിൽസ ഉണ്ട് എന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് തന്നെ. എൻ്റെ ക്ലാസ്സിൽ പഠിക്കേണ്ടായിരുന്ന കുട്ടിയാണല്ലോ എൻ്റെ കൂടെ ബസ്സിൽ എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ട്വിസ്റ്റ് എന്താ വെച്ചാൽ എൻ്റെ വീടിൻ്റെ അവിടേക്കുള്ള കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. അന്ന് അങ്ങനെയാണ് ദിൽസേനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണത് തന്നെ. അങ്ങനെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും സ്കൂളിൽ നിന്ന് വീട്ടിലേക്കും ഞങ്ങൾ ഒരുമിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അതിൽ കയറി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ എഡിറ്റിംഗ് വീഡിയോസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.